പെൻഷന്റെ ഉത്തരവ് നാളെ ഇറങ്ങും. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ 24-ാം തീയതി മുതൽ വിതരണം ചെയ്യുകയും ചെയ്യും. ഒരു കാലതാമസം ഈ 3000 രൂപയുടെ കാര്യത്തിൽ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളോട് നൽകിയ വാഗ്ദാനം ഈ സർക്കാർ പാലിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം നിരവധി പ്രഖ്യാപനങ്ങൾ പെൻഷനുമായി ബന്ധപ്പെട്ട നിയമസഭയിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കൂടിയായി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ചില MLA-മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടും മറ്റ് കാര്യങ്ങളുമായിട്ടുമുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളും ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് അങ്ങനെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയെ അറിയിച്ചു. ഉത്തരവ് 23-ാം തീയതി ചൊവ്വാഴ്ച ഇറങ്ങും. വിതരണം ബുധനാഴ്ച മുതൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചു. അംഗങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ഷേമ പെൻഷൻ വർധനവ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ സർക്കാർ ക്ഷേമ പെൻഷൻ 2500-ലേക്ക് എത്തിക്കുമെന്ന വാഗ്ദാനം നടപ്പിലാക്കിയില്ല. 1600 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് 2500-ലേക്ക് ആക്കുമെന്ന് പറഞ്ഞ് 4.25 വർഷം അനങ്ങാതെയിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മാത്രമാണ് 400 രൂപ വർദ്ധിപ്പിച്ച് 2000-ലേക്ക് എത്തിച്ചത്. ആ ഒരു ചതി ജനങ്ങളോട് UDF സർക്കാർ ചെയ്യില്ല എന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പ്രസ്താവിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ക്ഷേമ പെൻഷന്റെ വർധനവിൽ വലിയ താമസങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സർക്കാർ അധികാരത്തിൽ കയറിയിട്ടേ ഉള്ളൂ എന്നും കുറച്ച് സാവകാശം തരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നും മുഖ്യമന്ത്രി മറ്റു അംഗങ്ങളുടെ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം വരുത്തിയേക്കും. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ട് എങ്കിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് തടസ്സമുണ്ട്, ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നതിന് തടസ്സമുണ്ട്. അത് പുനഃപരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കാലാകാലങ്ങളിലായിട്ട് പെൻഷൻ അനർഹത പരിശോധന നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെൻഷന് ഒരു സമയത്ത് അർഹതയുണ്ടായിരുന്നു. പിന്നീട് സാമ്പത്തിക സ്ഥിതി വലിയ തോതിൽ മെച്ചപ്പെട്ട ആളുകൾക്ക് പെൻഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കുകയും പുതിയ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുന്ന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളുമായി മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളുണ്ട്. അത് വരും ദിവസങ്ങളിൽ വീഡിയോകളായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വലിയ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം ആരംഭിക്കും. നിലവിലുള്ള രീതിയിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തുടരും എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കുറച്ചുകൂടി നേരത്തെ ലഭിച്ചു തുടങ്ങുന്നു പെൻഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുഹറം അവധിക്ക് ശേഷമായിരിക്കും വീടുകളിൽ പെൻഷൻ വിതരണം ഉണ്ടാകുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.